ഈ ദിവസം ഞങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ വാർത്തയുടെ സമയമാണിത്. കേരള പോലീസിന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് പോക്സോ കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ്. തിരുവനന്തപുരം സിറ്റിയിൽ ഈ വർഷം ജൂലൈ വരെ 151 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ജില്ലയിലെ റൂറൽ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 266 കേസുകളാണ്. ഭൂരിഭാഗം ജില്ലകളിലും സമാനമായ ഒരവസ്ഥ തന്നെയാണുള്ളത്. സംസ്ഥാനത്താകെ ജൂലൈ വരെ റിപ്പോർട്ട് ചെയ്തത് 2811 കേസുകളാണ്. അതിൽ ഗ്രാമപ്രദേശങ്ങളിൽ മാത്രം 893 കേസുകളുണ്ട്. ന്യൂസ് മലയാളം ദ ബിഗ്ഗസ്റ്റ്. നഗരപ്രദേശങ്ങളെക്കാൾ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണെന്ന് 2024 കണക്കെടുക്കുമ്പോഴും കാണാൻ സാധിക്കും. ഈ വർഷം ജൂലൈ വരെ എറണാകുളം സിറ്റിയിൽ 94 കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ 164 കേസുകളാണ് ഗ്രാമപ്രദേശങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തത്. കോഴിക്കോട് സിറ്റിയിൽ 129, ഗ്രാമപ്രദേശത്ത് 148. ാകെ 4594 പോക്സോ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അതിൽ തിരുവനന്തപുരം റൂറൽ മേഖലയിൽ മാത്രം 408 കേസുകൾ. എറണാകുളത്തെ നഗരപ്രദേശങ്ങളിൽ 167 കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്തപ്പോൾ ഗ്രാമപ്രദേശത്ത് 270 കേസുകൾ. കൊല്ലത്തും കോഴിക്കോടും സമാന അവസ്ഥ. നിയമ സംവിധാനങ്ങളുടെ കൃത്യമായ ഇടപെടലുകൾ കൂടുതൽ ആൾക്കാരെ അതിക്രമം തുറന്നു പറയാൻ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും കണക്കുകളിലൂടെ മനസ്സിലാക്കാം. ഈ സമീപകാലത്തായിട്ട് ചൈൽഡ് റൈറ്റ്സിനെ കുറിച്ചുള്ള നല്ല ബോധ്യം രക്ഷിതാക്കൾക്കും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിനും എല്ലാം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് നമ്മുടെ പോക്സോ നിയമത്തിൻ്റെ സെക്ഷൻ 19 പറയുന്നത് പോലെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പോക്സോ കേസുകൾ വർദ്ധിക്കാനുള്ള ഒരു കാരണമായിട്ട് ഞങ്ങൾ കാണുന്നത്. 2025 ജൂലൈ വരെയുള്ള കണക്കുകൾ പ്രകാരം തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത്, 602 കേസുകൾ. തൊട്ടുപിന്നിൽ മലപ്പുറം 506 കേസുകൾ. ഏറ്റവും കുറവ് പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്ത ജില്ല കാസർഗോഡാണ്. നഗരപ്രദേശങ്ങളിലായാലും ഗ്രാമപ്രദേശങ്ങളിലായാലും ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് വർദ്ധിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്നത് അതിക്രമം തുറന്നു പറയാനുള്ള ആൾക്കാരുടെ ധൈര്യം കൂടിയാണ്. കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങളിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷ കൂടി. തിരുവനന്തപുരത്തു നിന്നും മീര മനോഹരൻ, ന്യൂസ് മലയാളം.